ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. വെറും 10 മിനിറ്റ് മാത്രം മതി ഈ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഈ പലഹാരം ഓയിലിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ ഒരു പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഈ ഒരു നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴം പെട്ടെന്ന് തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഇത് നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന പഴം നല്ല പഴുത്ത എടുക്കാൻ തന്നെ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴം അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ടീസ്പൂണിനാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എത്രത്തോളം സ്നാക്സ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 പഴം മാത്രമാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് 1 മിനിറ്റോളം വഴറ്റിയെടുത്തപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഉടഞ്ഞ് വന്ന പോലെ ആയി കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇത് കുറച്ച് ഉടഞ്ഞ് വന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കട്ടോ. തേങ്ങ ഈ ഒരു പഴത്തിലേക്ക് നല്ലപോലെ പിടിച്ചിരിക്കണം. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് തേങ്ങയുടെ ഒരു പച്ചച്ചുവയൊക്കെ നല്ലപോലെ മാറി കിട്ടും. എന്നിട്ട് ആ ഒരു പഴത്തിലേക്ക് നല്ലപോലെ പിടിക്കും. ഇതിപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെയൊക്കെ ഒരു പച്ചച്ചുവയൊക്കെ മാറി തേങ്ങയും പഴവും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്രൈ ആയിട്ട് പോവും. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതായത് നമുക്ക് ദോശ ചുട്ടെടുക്കേണ്ടതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ടയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മൈദ കൊണ്ട് ദോശയൊക്കെ ചുടുമല്ലോ, അതേപോലെ തയ്യാറാക്കിയെടുക്കാനാണ് കേട്ടോ. ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബാറ്റർ രൂപത്തിലാക്കിയെടുക്കണം. അപ്പം ഞാനിതിലേക്ക് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികമായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ദോശക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. എന്നാലും ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അതായത് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശമൊക്കെ ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഒരുപാട് മൊരിയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണ ദോശ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ദോശ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പഴവും തേങ്ങയും പാടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഇത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേ ഉള്ളൂ ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ. അതായത് ഈ ഒരു ചൂടോടുകൂടെ നമ്മളിതിങ്ങനെ മടക്കി കൊടുക്കുമ്പോഴാണ് ഇതൊന്ന് ഒട്ടിപ്പിടിക്കുള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒരു ബോക്സ് ടൈപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ അവിടെ റെഡിയാക്കി എടുത്ത ആ ഒരു സമയം കൊണ്ട് തന്നെ അടുത്ത ദോശയും കുക്കായിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പോലെ തന്നെ 2 ടീസ്പൂണോളം ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് ചൂടോടുകൂടെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയം എടുക്കൊന്നുമില്ല. നമ്മൾ ദോശ റെഡിയാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതും ചെയ്തെടുക്കാം. ദോശ ചുടലും അതുപോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്യലും പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ, ഒരേ സമയം കൊണ്ട് തന്നെ. അപ്പം ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് മൈദപ്പൊടി വെച്ചിട്ട് എനിക്ക് ഇത്ര എണ്ണം കേട്ടോ കിട്ടിയത്. അതായത് ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ദോശ തന്നെയാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിലും തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വേറെ ഉപ്പോ ഏലക്കപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടീസ്പൂണോളം പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അത് നല്ലപോലെ അരിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മുട്ട നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പോൾ അതാ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പലഹാരം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന അതേ സെയിം പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന് ഒന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യില്ലെങ്കിൽ ഓയിലിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും നമ്മൾ പഴം വെച്ചിട്ട് ഒരേ രീതിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു വശം ഇതേപോലെ തന്നെ 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. നമ്മളിപ്പോൾ ഇതിൻ്റെ 2 വശം കുക്ക് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വശം കൂടി കുക്കായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മുട്ടൻ്റെ ഒരു നനവൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്തതും ഇതേപോലെ അതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് വെച്ച് കൊടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇതൊക്കെ എല്ലാം പാനിൽ നിന്ന് മാറ്റിയതിൻ്റെ ശേഷം അടുത്തതും ഇതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതിൽ നല്ല പഴുത്ത പഴം കൊണ്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു തവണ എന്തായാലും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ്. നമ്മളിത് 2ാമത്തെ തവണ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല കുറച്ച് സോഫ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്.
നമ്മളത് ബോക്സ് ടൈപ്പിൽ തയ്യാറാക്കി എടുത്തുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറംവശം കുറച്ച് ഗ്ലേസിങ്ങോട് കൂടെയൊക്കെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് ദോശ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാം കേട്ടോ. മൈദ വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് നല്ല ഫിനിഷിങ്ങോട് കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പഴം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.